ഹലോ. LCU ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്, തമിഴിൽ നിന്നുള്ള എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു യൂണിവേഴ്സാണ് LCU. ഓൾറെഡി പടങ്ങൾ കൈദി, ലിയോ, വിക്രം ഇറങ്ങിക്കഴിഞ്ഞു. നെക്സ്റ്റ് പാർട്ടിനായിട്ട് എല്ലാ പ്രേക്ഷകരും തമിഴ് ഇൻഡസ്ട്രി മാത്രമല്ല, കേരളത്തിൽ നിന്നായാലും ഇന്ത്യ ഒട്ടാകെ പാൻ ഇന്ത്യൻ റീച്ചുള്ള ഒരു യൂണിവേഴ്സാണ് LCU. പുറത്തൊക്കെ വളരെ ഡിസ്കസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത പാർട്ടായിട്ട് ഇറങ്ങാൻ പോകുന്ന പടമാണ് ബെൻസ്. രാഘവ ലോറൻസ് ആണ് ലീഡ് റോൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അവരൊരു വില്ലൻ പ്രൊമോ ആണെന്ന് തോന്നുന്നു, പ്രൊമോ റിവീൽ ചെയ്യുന്നു, ക്യാരക്ടറായിട്ട് റിവീൽ ചെയ്യുന്നുണ്ട്. അത് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ക്യാരക്ടർ പ്രൊമോ ഇപ്പോഴാണ് റിലീസായത്, നമുക്ക് നോക്കാം ആരാണ് സസ്പെൻസ് ക്യാരക്ടർ എന്നുള്ളത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണേ. ഫസ്റ്റ് തന്നെ ഒരു വയലൻസ് ആണ് കാണുന്നത്. ലോകേഷ് കനകരാജ് പ്രസാദ് ഇത് നമ്മൾ ഉദ്ദേശിച്ച ആള് തന്നെ. വയലൻസ് ആണ്, വെർച്വൽസ് ആണ്. ആ ഒരു ഡെവിളിഷ് ക്യാരക്ടറാണ് കേട്ടോ. എന്തായാലും ആ ഒരു സ്മൈലാണ്, ഒരു ഡെവിളിഷ് സ്മൈൽ. ഡബിളാ പേര് VENS ബെൻസ്. எஸ்எல் இந்த ஏபிசிடியில் கடைசியாக ஒரு இது வரும்ல, கோடு போட்ட மாதிரி. ஈசான், VEN ஈசான். அந்த ஹெல்மெட்டுக்குள்ள இருக்கவன் தலே சுமாட்ட வெட்டுற மாதிரி கசக்கன்னு வெட்டி கொல்ல போகிறது யாரு? See my name. അതൊരു ബ്രേക്കിംഗ് ബാഡ് റെഫറൻസ് ആണ് കേട്ടോ. വാൾട്ടർ. Dirty mind, beautiful heart, deadly combination. Love you, Walter. ഭദ്രോസ് കണ്ണൻ. ഓക്കേ, അപ്പോ നീമ്പോളി ഒരു പ്രത്യേക ഗെറ്റപ്പിലാണ് കേട്ടോ നീമ്പോളി വരുന്നത്. പ്രത്യേക ഒരു കോസ്റ്റ്യൂംസ് തന്നെ ഒരു മേ ബി ഇതൊരു ഗോൾഡ് സ്മഗ്ലിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. നീമ്പോളിയുടെ ഒരു ക്യാരക്ടർ സൂചിപ്പിക്കുന്നതായ ഒരു കോസ്റ്റ്യൂംസൊക്കെ. ഈ ഒരു കോസ്റ്റ്യൂം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ഇന്ത്യൻ 2 സൂര്യയുടെ ഒരു വരവ്, ഒരു അന്യായ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ടിട്ട് അതുപോലെ എനിക്ക് തോന്നി. അല്ല, ആ ഒരു കോസ്റ്റ്യൂം ഇത് അത്യാവശ്യം ക്ലാസ് ഐറ്റമാണ്.
അപ്പോൾ ഡബിള് ഇനി പ്രോമോക്ക് വേണ്ടി അവരിട്ടതാണോ എന്നറിഞ്ഞൂടാ. ഡബിൾ ആ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണോ അതോ പടത്തിലുള്ളതാണോ എന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഇനി കൂടുതൽ ഇനി ഡീറ്റെയിൽസ് വരുമ്പോൾ അല്ലെങ്കിൽ പടം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ നിംബോളിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടിയിരിക്കുന്ന ഒരു സംഭവമാണ്. കരിയറിൽ എന്താ പറയുക, അത്യാവശ്യം ഒരു ഡൗണിൽ നിൽക്കുന്ന ഒരു മെയിൻ സ്ട്രീം നടനാണ്. ഈ മലയാളത്തിലെ മെയിൻ സ്ട്രീം യൂത്ത് നടനാണ് ഇപ്പോൾ നിംബോളി. ഒരു ടൈമിൽ മോഹൻലാലിനൊക്കെ ബോക്സ് ഓഫീസിൽ കോമ്പറ്റീഷൻ കൊടുത്തിരുന്ന ഒരു നിംബോളി ബോക്സ് ഓഫീസിൽ ഇപ്പോൾ വളരെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബെൻസ് ഇത് LCU ആണെങ്കിൽ കൂടി അതൊരു കേരളത്തിലും മൊത്തത്തിലൊരു റീച്ച് കുറച്ചും കൂടിയും വർദ്ധിപ്പിക്കുക എന്നുള്ള യാതൊരു സംശയമില്ല. ഇതൊരു നല്ലൊരു കംബാക്ക് ആയിരിക്കട്ടെ നിംബോളിയുടെ എന്ന് ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പടം അത്യാവശ്യം വയലൻസ് ഉള്ള പടമാണെന്ന് നമ്മൾ പ്രോമോയിൽ തന്നെ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയാണ് നിംബോളിയിലൂടെ ഈ ഒരു ഡെവിലിഷ് ക്യാരക്ടർ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് കാണാം. സ്റ്റോറി ലോകേഷാണ്, പക്ഷേ ഇത് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഭാഗ്യരാജ് കണ്ണനാണ്. നമുക്ക് നോക്കാം എന്താണ് ബെൻസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഇനിയും ഈ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ഹൈപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിൽ ഇപ്പോൾ പേരുകളൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. ബില്ലി, റോളക്സ്, വിക്രം, വാൾട്ടർ, ലിയോ. അപ്പോൾ യൂണിവേഴ്സ് ഇങ്ങനെ ഒരു വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത പടങ്ങൾ ഇറങ്ങുന്നതോടൊപ്പം കൂടുതൽ ഇത് ഡെവലപ്പായി വരാനേ ചാൻസ് ഉള്ളൂ. ഇനിയും വലുതായി വരട്ടെ. നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഫിലിം ലവർ എന്ന രീതിയിൽ ഇത് കൂടുതലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം എന്താണ് ലോകേഷ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ എന്താണ് പുതിയ അത്ഭുതങ്ങൾ, പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മേ ബി എനിക്ക് തോന്നുന്നു രാഘവ ലോറൻസും നിംബോളി അല്ലാതെ മറ്റു പവർഫുൾ ക്യാരക്ടേഴ്സിൽ ഉണ്ടാവാം. പിന്നെ ബാക്കി പടങ്ങളുടെ ലിങ്കും ആ ഒരു ക്യാരക്ടേഴ്സും ഇതിൽ ക്യാമിയോ പോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടാകാം വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബൈ.